ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പീടികയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു അടിപൊളി കടല മിഠായി എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കടല എടുത്തുകൊണ്ട് ചട്ടിയിലിട്ട് നന്നായി വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വറുത്തെടുത്ത കടല ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ ഈ കടല ഓരോന്ന് തൊലി കളഞ്ഞ് ഈ പാത്രത്തേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടോ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു നിങ്ങൾക്ക്. ഇത് നമ്മൾ പെട്ടെന്നാക്കാൻ വേണ്ടിക്കാണ്ട് 2 കൈ എടുത്താണ് ഇങ്ങനെ ഇതാക്കിയാൽ പെട്ടെന്ന് നമുക്ക് തൊലി ഫുള്ള് കളഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഫുള്ള് പാത്രത്തേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗിനാണ് ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാൻ ഈവനിങ്ങിനും ഇത് ഉണ്ടാക്കിന് കേട്ടോ, തികയാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തൊലി കളഞ്ഞ് ഈ കടലൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ടപ്പോൾ നമുക്ക് ഈ കടലേൻ്റെ തൊലി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാട്ടിയാൽ പെട്ടെന്ന് തൊലിയൊക്കെ ഫുള്ള് കളഞ്ഞ് പോരും കേട്ടോ. അപ്പോൾ കണ്ടോ ഗായ്സ്, നമ്മളുടെ തൊലിയൊക്കെ ഫുള്ള് കളഞ്ഞ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഒക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളിനി ഈ കുരു ഇങ്ങനെ 2 പീസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുട്ടായി ആക്കാൻ ഗതിയുടെയൊക്കെ. അപ്പോൾ നമ്മൾ കൈയ്യേറ്റ് തന്നെ നമ്മൾ 2 പീസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഏത് പാത്രത്തേക്കാണ് നമ്മൾ ഒക്കെ റെഡി ആയിട്ട് നമ്മൾ പാത്രത്തേക്ക് ആക്കുന്നത്, ആ പാത്രം നമുക്ക് എണ്ണ കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ കോയയിൽ നമ്മൾ അങ്ങനെ വേഗം ഇട്ടേക്കാൻ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലെടുത്താൽ നമുക്ക് ഈ കത്തി ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലേശം വെള്ളം എടുത്തുകൊണ്ട് അതിലേക്ക് നമുക്ക് 1.5 ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ 1.5 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് കുറുന്നനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണേൽ 2 ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഒരു ലേശം ഒരു പൊട്ട് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് കുറുന്നനായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളിത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യിക്കണം നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ്സിൽ നമുക്ക് ഈ ശർക്കര ഒന്ന് ഒഴിച്ച് നോക്കുമ്പോൾ കട്ടായി കിട്ടുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റാണ്, കട്ടായി കിട്ടണില്ലെങ്കിൽ പെർഫെക്റ്റ് അല്ല എന്നിട്ട് അർത്ഥം. അപ്പോൾ നമ്മളിതൊക്കെ കട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടലൊക്കെ ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കടലൊക്കെ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കടലൊക്കെ നല്ലോണം ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മിഠായിൻ്റെ രൂപത്തിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തേക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ച ഈ പാത്രത്തേക്ക് നമുക്ക് ഈ കടല ഫുള്ളായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇടണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് കട്ട പിടിച്ചിരിക്കണം. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ കട്ട പിടിച്ചില്ല കേട്ടോ. ഞാൻ വേഗം ശ്രദ്ധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത്. രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ സെറ്റായി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ കണ്ട നമ്മൾ ഇനി ആ കോയിലേറ്റ് വേഗം ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് വേഗം റൗണ്ട് ഷേപ്പിൽ നമുക്ക് വേഗം കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ തുള്ളി കടലാവുകൊണ്ടാണ് ഇപ്പോൾ തുള്ളിയായി കിട്ടിയത് കേട്ടോ. ഇനി നമ്മൾ ഈ പരത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കത്തി ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തപ്പോൾ ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ഇത് കട്ടായി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൈയ്യേറ്റിന് ഇതാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ.